ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രാമനാഥൻ ഒരു കോൾ വരികയാണ്. ഒരു നമ്പറിൽ നിന്നാണ് വരുന്നത്. ആകാശ് മേനോൻ കടയിൽ കയറി നിന്നിട്ട് ആ കടക്കാരൻ്റെ ഫോൺ മേടിച്ച് വിളിക്കുന്നതാണ് കേട്ടോ. ഇതാരാ നമ്പർ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ബാങ്കിലെ മാനേജറാണ്. നിങ്ങൾക്കിവിടെ അക്കൗണ്ട് ഉണ്ടല്ലോ, നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾക്കും കൂടി ഇവിടെ അക്കൗണ്ട് ഉണ്ടല്ലോ. ഉണ്ട്. അതിനകത്ത് കുറച്ച് പൈസ ഉണ്ടായിരുന്നില്ലേ? 20 ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നോ? എന്താ സാറേ? അതെ, മറ്റൊന്നുമല്ല, എന്തോ ഒരു പ്രശ്നം നിങ്ങളുടെ അക്കൗണ്ടിന് പറ്റിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഫ്രീസ് ആയിട്ടുണ്ട്. അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടിട്ടില്ല, ഉടൻ തന്നെ നഷ്ടപ്പെടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ബാങ്കിലേക്ക് നിങ്ങളുടെ പാൻ കാർഡും നിങ്ങളുടെ ഐഡൻറ്റിറ്റി രേഖയും പാസ്ബുക്കും അങ്ങനെയൊക്കെ ആയിട്ട് ആധാറിൻ്റെ കോപ്പിയൊക്കെ ആയിട്ട് നിങ്ങളിവിടെ വരെ ഒന്ന് വന്നം എന്ന് പറഞ്ഞു കേട്ടോ. രാമനാഥൻ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? അക്കൗണ്ടിൽ പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്തമില്ലായ്മയല്ലേ? പണം നഷ്ടപ്പെട്ടല്ലേ മിസ്റ്റർ? നഷ്ടപ്പെടാതിരിക്കാനായിട്ടാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ബാങ്കിലേക്ക് വരിക എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കിലെ ആൾ കോള് കട്ട് ചെയ്തു കേട്ടോ. ആകാശ് കോള് കട്ട് ചെയ്തു. എന്തായാലും ഇപ്പോൾ അവർക്ക് അവിടെ വീട്ടിൽ നിൽക്കാനായിട്ട് പറ്റില്ല. കുഞ്ഞിനെ അവിടെ ഇട്ടതിന് ശേഷം അവരെന്തായാലും പോകും എന്നൊക്കെയാണ് ആകാശ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് ആകാശിന് ആ കുഞ്ഞിൻ്റെ അരികിലെത്തണം, കുഞ്ഞിനെ കൊല്ലണം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ സ്വപ്നവല്ലിയെയും അവിടുന്ന് രാമനാഥനെയും മാറ്റാനുള്ള പരിപാടിയാണ്. ആകെ പേടിച്ചു പോയി രാമനാഥൻ. സ്വപ്നം എന്നും പറഞ്ഞ് വിളിച്ചു. നിങ്ങൾ എന്തിനാ ഈ കിടന്ന് അലറണത്? ഞാൻ ഈ അടുക്കളയിലില്ലേ, ആ കൊച്ചുണരത്തില്ലേ? സ്വപ്നം പെട്ടെന്ന് റെഡിയാവും, നമുക്ക് ബാങ്ക് വരെ ഒന്ന് പോകണം. ബാങ്കിലോ? എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നണം നമുക്ക്. എന്ത്? അപ്പോൾ കാര്യം പറയുകയാണോ? അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, എത്രയും പെട്ടെന്ന് ബാങ്കിലേക്ക് ചെല്ലണം എന്നാണ് പറഞ്ഞത്. ഇത് ചിലപ്പോൾ വല്ല ഫ്രോഡോ ആയിരിക്കും. കാരണം ഇങ്ങനെ ഫ്രോഡൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെയോ OTP ചോദിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ. ഇതിപ്പോൾ ബാങ്കിലേക്ക് ചെല്ലാൻ ഒരു ഫ്രോഡും വിളിച്ചിട്ട് പറയത്തില്ലല്ലോ. അത് ബാങ്കിൽ ചെല്ലാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ? അത് ശരിയാണല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ? അന്ന് നീ ഒരു കാര്യം ചെയ്യുക, പ്രിയാമണീനെയും പ്രഭുമാഷിനെയും ഇങ്ങോട്ട് വരാൻ പറ. എന്നിട്ട് നമുക്ക് അവരെ ഏൽപ്പിച്ചിട്ട് പോകാം. അയ്യോ, അവർ നേരത്തെ പോയല്ലോ. അവർ വേറെ എങ്ങോട്ടോ ആരുടെ വിവാഹത്തിനോ എങ്ങോട്ടോ പോകാമെന്ന് പറഞ്ഞ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കശു ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അതിനെന്താ, മഞ്ചമ്മി ഇവിടെ ഉണ്ടല്ലോ, അവളോട് കൊച്ചിനെ നോക്കാനായിട്ട് പറയാം. അത് മഹേഷോ ഈശ്വരി അറിഞ്ഞാൽ സമ്മതിക്കുമോ? എന്തായാലും അവൾ നമ്മുടെ മോളല്ലേ, അങ്ങനെ അവളുടെ അനിയനല്ലേ മഹേഷ്, കൊച്ചിനെ നോക്കാതെയൊക്കെ ഇരിക്കുമോ? എന്തായാലും നമുക്കതൊന്ന് പറഞ്ഞു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി മഞ്ജിമയോട് എന്ന് പറയാം. മഞ്ജിമ എല്ലാം കേട്ടപ്പോൾ പിന്നെ കെട്ടിയോളും കറങ്ങാൻ പോയേക്കുവാണ്. കൊച്ചിനെ ഇട്ടിട്ട് എന്നിട്ട് കൊച്ചിനെ ഞാൻ നോക്കാനോ? എൻ്റെ പാട്ടി നോക്കും, എനിക്ക് കൊച്ചിനെ നോക്കാനൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജിമ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവല്ലിക്ക് ദേഷ്യം വന്നു കേട്ടോ. ഞങ്ങൾക്ക് ബാങ്കിലൊന്ന് പോയിട്ട് വരാം, ഞങ്ങളുടെ 20 ലക്ഷം. നിങ്ങളുടെ 20 ലക്ഷം ആർക്കും കൊടുക്കാതെ പൂത്തി വെച്ചിരിക്കുന്നതല്ലേ എന്ന് മഞ്ജിമ ചോദിച്ചു. അതിലൊരു വിഹിതം നിനക്കുള്ളോടി ഞങ്ങളുടെ കാലശേഷം ആർക്ക് വേണമെന്നറിഞ്ഞില്ല. നിങ്ങളെ കാലശേഷം ആകാനൊന്നും നോക്കി നിൽക്കത്തില്ല. അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ മകൻ്റെ പിള്ളേർക്ക് എഴുതി കൊടുക്കുന്നതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഇനിയും മഞ്ജിമയെ പൊട്ടിയാക്കാൻ നോക്കണ്ട. കൊച്ചിനെ നോക്കത്തില്ലെന്ന് പറഞ്ഞാൽ നോക്കത്തില്ല. നീ കുണം പിടിക്കത്തില്ലടി. എനിക്ക് വലിയ കുണമൊന്നും പിടിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജിമ അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് സ്വപ്നവല്ലി പോയി കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമ ആലോചിക്കുക, ഇപ്പം അജിത്തിനെ വിളിച്ചാലോ? അജിത്തിനെ വിളിച്ചാൽ എന്തായാലും 1-2 മണിക്കൂർ അവരിവിടുന്ന് ബാങ്കിലേക്ക് പോവില്ലേ? അപ്പോൾ എന്തായാലും അജിത്തുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഏറ്റവും നല്ല പറ്റിയ സമയമാണ്. സ്വപ്നവല്ലിയാണെങ്കിൽ കാലി മൂത്ത്, നീ കൊച്ചിനെ നോക്കിയില്ലെങ്കിൽ നീ വീട്ടിൽ നിൽക്കേണ്ട എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടങ്ങ് വന്നില്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമ തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് പറഞ്ഞ പോലെ, അമ്മ എന്നെ പുറത്താക്കാനൊക്കെ ബാങ്കിൽ പോയിട്ട് വന്നിട്ട് പുറത്താക്കാം. അമ്മ ബാങ്കിൽ പോയിട്ട് വാ, അപ്പം നീ കൊച്ചിനെ നോക്കുമോ? കൊച്ചിനെ ഞാൻ നോക്കിക്കോളാം. എന്തായാലും സ്വപ്നവല്ലിക്ക് സമാധാനമായിട്ടോ. അങ്ങനെ സ്വപ്നവല്ലി അങ്ങ് പോവാണ്. മഞ്ജിമ അപ്പം തന്നെ അജിത്തിനെ വിളിച്ചിട്ട് നീ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറഞ്ഞു. അപ്പോഴേക്കും അജിത്ത് പറഞ്ഞു, എന്തിനാ വെറുതെ വന്നിട്ട് എന്താ കാര്യം? നീ വെറുതെ എന്നെ പറ്റിക്കാൻ വേണ്ടി വിളിക്കുന്നതൊക്കെ എനിക്കറിയാം. ഞാൻ അവിടെ വരും, അന്നേരത്തിന് ആരെങ്കിലും വരും, വീണ്ടും വെറുതെ എന്തിനാ എന്ന് അജിത്ത് ചോദിച്ചു. ഇതങ്ങനെയല്ല, 2 മണിക്കൂർ അവർ പോവാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അജിത്ത് മനസ്സോടെ സമ്മതിക്കുന്നത് പോലെ, നീ ഒരു കാര്യം ചെയ്യുക, അവിടുത്തെ CCTV ക്യാമറ ഫുട്ടേജൊക്കെ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യാൻ നോക്ക്. അതിനുശേഷം ഞാൻ അങ്ങോട്ടേക്ക് വരാം. അല്ലെങ്കിൽ ഫ്ലാറ്റിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ ഒരു അന്വേഷണം CCTV ഫുട്ടേജ് നോക്കുമ്പോൾ ഞാൻ വരുന്നത് അപരിചിതനായി ഞാൻ ആ ഫ്ലാറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ പിടിക്കത്തില്ലേ? നമ്മുടെ ബന്ധം പൊളിയത്തില്ലേ? നമ്മുടെ ബന്ധം പൊളിയുന്നതാണ്, നമ്മുടെ ബന്ധത്തെക്കുറിച്ച് എല്ലാവരും അറിയത്തില്ലേ? അതുകൊണ്ട് CCTV കട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. അയ്യോ, CCTV കട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഞാനൊന്ന് ശ്രമിച്ചാൽ പോരാ, CCTV കട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിലും ഞാൻ വരുള്ളൂ. നീ ഒരു കാര്യം ചെയ്യുക, ഇതെല്ലാം കട്ട് ചെയ്തിട്ട് നീ വിളിച്ചേരെ, ഞാനിവിടെ വെയിറ്റിങ്ങിലാണ്. അങ്ങനെ അജിത്ത് കോള് കട്ട് ചെയ്തു. അവൾക്ക് ആത്മാർത്ഥമായിട്ടാണ് അവൾ വിളിച്ചത് എങ്കിൽ
അല്ലെങ്കിൽ അവൾ ഇതിൽ തങ്ങി നിൽക്കുന്നു എന്ന് കാണിക്കാനല്ല, ആത്മാർത്ഥമായിട്ട് തന്നെയാണ് എല്ലാത്തിനും സമ്മതിക്കാനാണ് വിളിച്ചതെങ്കിൽ അവൾ ഇനിയും വിളിക്കും. അതല്ല എങ്കിൽ അവൾ ഇനി വിളിക്കത്തില്ല. അങ്ങനെ അതേസമയം മഞ്ജിമ ഓർക്കുക, ഇവനെ എങ്ങനെയെങ്കിലും ഇവിടെ വരുത്തിയേ പറ്റുള്ളൂ. എൻ്റെ ഒരു വിശ്വാസം അവന് കൊടുക്കണം, എന്നാൽ മാത്രമേ അവൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ പട്ടിയെ പോലെ വാലാട്ടി നിൽക്കുകയുള്ളൂ. എനിക്ക് അവനെ വിട്ടുകളയാൻ പറ്റത്തില്ല എന്നൊക്കെ ആലോചിച്ച് മഞ്ജിമ അവൻ വരുന്നതും കാത്ത് ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. അവനൊന്ന് വന്ന് കാണുമ്പോൾ തന്നെ അവൻ വീഴണം, പിന്നെ അവന് പോകാനേ തോന്നരുത് എന്നൊക്കെ മനസ്സിലിങ്ങനെ ആലോചിച്ച് ഒരുങ്ങാണ്. ഇതേ സമയം ഉണ്ടല്ലോ, നമ്മുടെ ആകാശ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കുഞ്ഞിനെ കൊല്ലാനായിട്ട്. വീട്ടിലേക്ക് വരണം, അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ ആകാശ് കയ്യിൽ ഉറയൊക്കെ ഇട്ടിങ്ങനെ വണ്ടിയുടെ മുന്നിലിങ്ങനെ നിൽക്കുകയാണ്, പുള്ളിക്കാരൻ്റെ വണ്ടിയുടെ മുമ്പിൽ ഒരു വിനിശ്ചിതമായ സ്ഥലത്ത്. അപ്പോഴേക്കും ഒരു ബൈക്കിലൊരു പയ്യൻ വന്നിട്ട് ഒരു ബോട്ടിൽ എൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. അതെ, സാറിന് പച്ചക്കറിക്കൊന്നും അടിക്കാനല്ലല്ലോ അല്ലേ? അല്ല, നല്ലൊരു റോസാ ചെടിക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കീടനാശിനിയുടെ ഒരു കുപ്പിയാണ് കേട്ടോ കൊണ്ട് കൊടുത്തത്. കീടനാശിനി ആ കുഞ്ഞിൻ്റെ മൂക്കിലേക്ക് തളിച്ച് ആ കുഞ്ഞിനെ കൊല്ലുക എന്നതായിരുന്നു ഇവൻ്റെ ലക്ഷ്യം. അങ്ങനെ കീടനാശിനിയൊക്കെ തളിക്കാനായിട്ട് കീടനാശിനിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് ഇപ്പോൾ ഇതിന് എത്ര രൂപയാണെന്ന് ചോദിച്ചു. 1500 2000 കൊടുത്തു വിട്ടു. നമ്മുടെ ഇവൻ്റെ ആണല്ലോ ആവശ്യം. ഇനി എന്തായാലും മഹേഷിൻ്റെ കുഞ്ഞിൻ്റെ പതനം എന്നൊക്കെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പം വണ്ടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷിതയും മഹേഷും ഒക്കെ വണ്ടിയിലിങ്ങനെ പോവാണ്. അവർ യാത്ര പോവാണ്. ഇഷിത ഇരിക്കുന്നത് ചിപ്പിമോൾക്കൊപ്പം പുറകിലത്തെ സീറ്റിലാണ്. ആദിയാണ് മുന്നിലിരുത്തിയിരിക്കുന്നത്. ആദിക്ക് തങ്ങളോടുള്ള വിശ്വാസം നേടിയെടുക്കുക, അല്ലെങ്കിൽ തങ്ങൾ ആദിയെ നല്ലതുപോലെ സ്നേഹിക്കുന്നു എന്ന് ആദിക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതൊക്കെയാണ് ഈ ട്രിപ്പിൻ്റെ ഉദ്ദേശം. അങ്ങനെ ആദിയെ മുന്നിലിരുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇഷിതയും കുഞ്ഞും പിന്നിൽ, ചിപ്പിമോളും പിന്നിൽ. അമ്മ എന്തായാലും എൻ്റെ കൂടെ വന്നിരുന്നത് നന്നായിട്ടോ, എനിക്കിഷ്ടമായിട്ടോ എന്നൊക്കെ ചിപ്പിമോൾ ഇങ്ങനെ പറയുക. അപ്പോൾ ആദി പറഞ്ഞു, അമ്മ ഡാഡിയുടെ കൂടെയാണ് ഇരിക്കേണ്ടത്, ഞാനല്ല ഇവിടെ ഇരിക്കേണ്ടത്. അപ്പം ഇഷിത പറഞ്ഞു, ഇനിയിപ്പോൾ നമ്മളെല്ലാവരും എവിടെയെങ്കിലും പോകുമ്പോൾ കുഞ്ഞാവയും കാണും. കുഞ്ഞാവനെ മുന്നേ ഒറ്റയ്ക്ക് ഇരുത്താൻ പുറകിൽ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റില്ലല്ലോ. കുഞ്ഞാവയും ഇഷിതാമ്മയും ചിപ്പിമോളും ഇവിടെ, നീ എന്നും അവിടെ തന്നെയാണ് ഇനി ഇരിക്കേണ്ടത്, കാരണം നീ അച്ഛനോളം വളർന്നൊരു മകനാണ്. അപ്പോഴേക്കും ഹിഷം പറഞ്ഞു, നീ എൻ്റെ അടുത്തിരിക്കുമ്പോൾ കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് വല്ലാത്തതാണെന്ന്. ആദ്യം എങ്ങനെ സപ്പോർട്ട് ചെയ്ത് പൊക്കിക്കൊണ്ടുവരാനാണ് ഇവരുടെ ഈ ഒരു തീരുമാനം. പക്ഷേ വീട്ടിൽ നടക്കുന്നൊന്നും ഇവരറിയുന്നില്ലല്ലോ. അങ്ങനെ ആകാശ് വണ്ടി കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ആ സമയത്ത് രചന വിളിക്കുക, ആകാശെ നീ ഇത് എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട്. ഞാനൊരു മീറ്റിങ്ങിന് പോവുകയാണ്. എന്ത് മീറ്റിംഗ്? ഒരു വമ്പൻ ടീമുമായിട്ടുള്ള മീറ്റിംഗാണ്, മിനിസ്റ്റർ അറിയിച്ചൊരു മീറ്റിംഗാണ്. ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ എൻ്റെ ഭാവി തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യാണ് കേട്ടോ. ഇവൻ എന്താ ഉദ്ദേശിച്ചതെന്നൊന്നും രചനയ്ക്ക് മനസ്സിലായില്ല. കുറേ ചോദിക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷേ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെയുള്ള ഈ ആകാശിൻ്റെ വർത്താനം മനസ്സിലായില്ല പുള്ളിക്കാരി എന്നിട്ട് എന്ത് ചെയ്തു, കോളങ്ങോട്ട് കട്ട് ചെയ്തു. എന്നിട്ട് മഹേഷ് ആകാശ് പോവാണ് മുന്നിലേക്ക്. ലക്ഷ്യം ഇഷിതയുടെയും മഹേഷിൻ്റെയും കുഞ്ഞിൻ്റെ മരണം, ഇതാണ് അവൻ്റെ ലക്ഷ്യം. അങ്ങനെ നമ്മുടെ മഞ്ജിമ ഒരുങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു കോളിംഗ് ബെല്ല് കേൾക്കുകയാണ്. ആ സമയത്ത് കോളിംഗ് ബെല്ല് കേട്ടപ്പോഴേക്കും ചെന്ന് കതക് തുറന്നു. അജിത്ത് വന്നു എന്നും പറഞ്ഞിട്ട് കതക് തുറന്നു. അങ്ങനെ അജിത്ത് വന്ന വഴി ഒരു വഷളം ചിരിയോടുകൂടി ഇവൾക്കരികിലേക്ക് വന്നു. എന്നിട്ട് ഇവളെ ചേർത്ത് പിടിക്കുക. എന്തിന് ഈ ആക്രാന്തം? ഞാനുണ്ടല്ലോ, പിന്നെ എന്താ എന്നൊക്കെ അവളിങ്ങനെ ചോദിക്കുകയാണ്. അതെ, നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ട് കിട്ടിയ നിമിഷമല്ലേ, എന്തിനാ ഒരു നിമിഷം പോലും വെറുതെ കളയാൻ പാടില്ല. അതെ, സമയമുണ്ടെന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജിമ ഇങ്ങനെ നിൽക്കുകയാണ്. രണ്ടുപേരും കൂടെ ഇങ്ങനെ നിൽക്കണ സമയത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി നാളത്തെ എപ്പിസോഡിനകത്ത് ഇവരുടെ രണ്ടുപേരുടെ ഈ സംഗമം ഒക്കെ തടഞ്ഞുകൊണ്ട് ആകാശ് വരികയും, ആകാശ് വരുന്നത് കണ്ടപ്പോഴേക്കും ആ കുഞ്ഞിൻ്റെ തന്നെ റൂമിലെ കട്ടിലിനടിയിലാണ് ഇവർ രണ്ടുപേരുടെ കയറിയിരിക്കുന്നത്. ആകാശ് വന്നിട്ട് കുഞ്ഞിൻ്റെ കീടനാശിനിയൊക്കെ തളിച്ചിട്ടങ്ങ് പോവുകയും ചെയ്തു. കൊച്ചു മരിച്ചു. നമ്മുടെ അജിത്തിനാണെങ്കിൽ ആകെ പേടിയായി. കൊച്ചു മരിച്ചു, ഇനി പോലീസ് കേസാവും, ഞാൻ വന്നതറിയും, പെട്ടുപോകുമല്ലോ. എന്തായാലും മഞ്ജിമയെ അജിത്തിന് ഇനി പോലീസ് കൊണ്ടുപോവോ, ആകാശിനെ കൊണ്ടുപോവോ എന്നൊക്കെ അറിയണമെങ്കിൽ ഇനി ഓരോ ദിവസത്തെ എപ്പിസോഡും കാണണം. കുറച്ച് താമസിച്ചു പോയി. ഞാൻ ഓൾറെഡി ഇതൊക്കെ നേരത്തെ ചെയ്ത് ഇട്ടതാണ്. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ ഫോണിന് ചെറിയ പ്രശ്നമൊക്കെ പറ്റിയതുകൊണ്ട് തന്നെ എന്താ സംഭവം എന്നെനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. റെസൊല്യൂഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കിടക്കുക എന്തൊക്കെയാണ്. എന്തായാലും എഡിറ്റ് ചെയ്യാൻ നേരത്ത് സപ്പോർട്ട് ചെയ്യാത്ത വീഡിയോ കിട്ടിയത്. എനിക്ക് ഗാലറിയിലുണ്ട്, പക്ഷേ ആപ്പിലേക്ക് കയറ്റുമ്പോഴേക്കും സപ്പോർട്ട് ചെയ്യുന്നില്ല. വീണ്ടും ഇരുന്ന് ചെയ്തതാണ്. അത് 10-20 മിനിറ്റിൻ്റെയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ എന്താണ് ഉള്ളടക്കമെന്ന ആ കഥ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ.
അതുകൊണ്ടാണ് ലെങ്ത് കുറവ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സി ഓക്കെ, താങ്ക് യു.